വെള്ളാപ്പള്ളി നടേശൻ CPM കുറ്റം പറഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു തരത്തിലും കുറ്റം പറയില്ല എന്ന് ഏവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷേ തൊട്ടു പിന്നാലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം വളരെ വ്യക്തമായി CPM ഇടതു പാർട്ടിക്കുമൊക്കെ ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ തന്റെ പിന്തുണയും അനുകൂല നിലപാടുമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടിയത് കോൺഗ്രസും BJPയുമാണ്. അങ്ങനെ അയ്യപ്പ സംഗമത്തിലൂടെ NSSനെ ഇടത്തിലേക്ക് അടുപ്പിച്ചു. വെള്ളാപ്പള്ളി വഴി SNDPയെ അതിനു മുമ്പ് തന്നെ ഇടത്തേക്ക് അടുപ്പിച്ചിരുന്നു. അപ്പോഴേക്കും NSS പ്രസിഡന്റ് സുകുമാരൻ നായർക്കെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പുത്തിരിയല്ലാത്തത് കൊണ്ടാകാം വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ വരുന്ന ആക്രമണങ്ങളിൽ കാര്യമായി പ്രതികരിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ വന്നാൽ ദിവസവും പ്രതികരിക്കേണ്ടി വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ ഇടതിന്റെ കരക്കടിപ്പിക്കൽ അവസാനിക്കുന്നില്ല, കരക്കടിപ്പിക്കൽ ഇനിയും തുടരും. അടുത്തത് ഓപ്പറേഷൻ കത്തോലിക്ക സഭ. അതിന്റെ കമാൻഡിംഗ് ഓഫീസർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും. വഖഫ് അല്പസമയത്തേക്കെങ്കിലും BJP ഭാഗത്തേക്ക് കത്തോലിക്ക സഭകൾക്ക് ചായാമെങ്കിൽ നിശ്ചയമായിട്ടും CPMന് സഭകളെ ഹാൻഡിൽ ചെയ്യാനാകും. ഉള്ളതിൽ ഭൂരിഭാഗം സഭകൾ CPMന്റെ ഭാഗത്തേക്ക് വരുമെന്നൊരു വിശ്വാസമാണ് ഇടതിന്റെ വിശ്വാസം. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുക എന്നതാണ് NSSന്റെ ലക്ഷ്യമെന്ന് സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അതിന്റെ കയ്യടിയോടെ വിശ്വാസികളും ഇടത് പാർട്ടിയുമാണ് സ്വീകരിച്ചത്. സ്ത്രീ പ്രവേശന വിധിക്കെതിരെ NSS നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ കോൺഗ്രസും BJPയും വിട്ടുനിന്നു. വിശ്വാസികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അവരും വന്നത്. LDF സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിച്ചില്ല, അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നെന്ന് സുകുമാരൻ നായർ ഒരു ഓപ്ഷൻ ഇട്ട് പറഞ്ഞപ്പോൾ അത് ഇടത് ഭാഗത്തേക്കുള്ള നല്ലൊരു കനത്ത ചായ്വായിരുന്നു. കോൺഗ്രസും BJPയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പെട്ടുപോയതായും അവർ വിശ്വാസികളുടെ കാര്യം മറന്നുപോയി, ആചാര സംരക്ഷണത്തിന്റെ കാര്യം മറന്നുപോയി എന്നാണ് സുകുമാരൻ നായർ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസിന് ജാതീയ മതവും ഇല്ലെന്നും അതുകൊണ്ട് തന്നെയാണ് അവർ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചതെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും NSSന് ഇടത് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. LDF സർക്കാർ ആചാരത്തിനെതിരെ ഒന്നും ചെയ്യില്ല, മുഖ്യമന്ത്രി അറിവോടെ ദേവസ്വം മന്ത്രിയാണ് തനിക്ക് ഉറപ്പൊക്കെ നൽകിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. ഇതിനുശേഷം CPMമായി വർഷങ്ങളായി ഇടഞ്ഞു നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങളുമായിട്ടാണ് പാർട്ടി നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സിറോ മലബാർ സഭാ നേതൃത്വത്തെ ആദ്യം അനുനയിപ്പിക്കണം. സിറോ മലബാർ നേതാക്കളെ അധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ MV ഗോവിന്ദൻ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ഏറെക്കാലത്തെ ആവശ്യവും അത് ഈ ഒടുവിലത്തെ വർഷം അംഗീകരിച്ചേക്കും. 25 വർഷം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ നടത്തിയ നികൃഷ്ടജീവി പ്രയോഗമുണ്ടായിരുന്നു. അതിൽ കത്തോലിക്ക സഭ മുമ്പംഗമില്ലാത്ത തരത്തിലാണ് CPMയുമായി പിണങ്ങിയത്. അപ്പോഴാണ് ഇതാ ഇപ്പോൾ MV ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗമെത്തിയത്. സീറോ മലബാർ സഭയിലെ ബിഷപ്പ് മാർ പാംബ്ലാനിക്കെതിരെയായിരുന്നു ആ പ്രയോഗം. അപ്പോഴാണ് മൂന്നാമത്തെ പിണറായി സർക്കാർ വരേണ്ടത്, തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി തന്നെയാണെന്ന സഭാ നേതൃത്വത്തിന്റെ ഒരു ഭീഷണി വന്നത്. 2 മാസത്തിനുള്ളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ വിഷയം വീണ്ടും പ്രശ്നമാകുമെന്ന ഒരു വിചാരത്തിലാണ് പാർട്ടി. ഇതേ തുടർന്നാണ് ഇടാൻ കാരണമായ സിറോ മലബാർ സഭയെ അനുനയിപ്പിക്കാൻ MV ഗോവിന്ദനോട് തന്നെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ JB കോശി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ഇത് അന്ന് വോട്ട് നേടാൻ തന്ത്രം മാത്രമായിരുന്നത് സഭാ നേതൃത്വങ്ങൾ വിമർശിച്ചിരുന്നു. എന്തായാലും 2021 മെയ് 17 റിപ്പോർട്ട് കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചെങ്കിലും അത് ഇതുവരെ വെളിച്ചം കണ്ടില്ല. ശുപാർശകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശുപാർശകൾ ഇപ്പോൾ പുറത്തുവിട്ടാൽ ഒരു പരിധിവരെ കത്തോലിക്ക സഭയെ അടക്കമുള്ള ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനാകുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഇടത് സർക്കാർ. അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിന് കനത്ത അടിയാകും. BJPക്ക് കാര്യമായ ദേശീയനെങ്കിലും കോൺഗ്രസിന് UDF ഘടകകക്ഷികൾക്കൊക്കെ കനത്ത അടിയായി മാറും. റിപ്പോർട്ട് അടിയന്തരമായി പരസ്യപ്പെടുത്തണമെന്ന് മുന്നോടിയായി കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ക്രൈസ്തവരിലെ പിന്നോക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ സംവരണം ഉറപ്പാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അതിലുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും വകുപ്പുകൾ വേണ്ട രീതിയിൽ തങ്ങളുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ അത് പാളിപ്പോവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് സഭയുടെ നേതൃത്വത്തിൽ നിരവധി എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. അതിലെ എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച ഒട്ടേറെ കാലതാമസമുണ്ട്. സഭയും സർക്കാരും തമ്മിൽ, വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ പലതവണ തെറ്റാനുള്ള കാരണവും ഈ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ സ്ഥിര നിയമനമാണ്.
അതിനും പരിഹാരമുണ്ടാകണം. യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കം പരിഹരിക്കാൻ സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു ആരോപണവും ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ക്രൈസ്തവ സമൂഹത്തെ സർക്കാരിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ ഇതെല്ലാം പരിഹരിച്ച് ഇതേ സഭകളെ തന്നെ സർക്കാരിന് അനുകൂലമായി കൊണ്ടുവരണമെന്നതാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു വർഷത്തെ അജണ്ട. ക്രൈസ്തവരെ പ്രീണിപ്പിക്കാനാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ഇടത് സർക്കാർ കൊണ്ടുവന്നതെന്ന് BJPയും കോൺഗ്രസും ഒരുപോലെ ആരോപിക്കുമ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ മലയോര കർഷകർക്ക് ഗുണമുണ്ടാകുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ഇടതിന്റെ നീക്കം. ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം വച്ച് വഹിക്കുന്ന ഈ നിയമം എന്ത് വില കൊടുത്ത് നടപ്പാക്കാനുള്ള തന്ത്രങ്ങളും ഇടത് സർക്കാർ ആരെയുന്നുണ്ട്. ഓരോ സഭകളെയായി അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്ന ഭാരിച്ച ദൗത്യമാകും ഇനി അങ്ങോട്ടുള്ള ഒരു വർഷത്തിനകത്തെ കാലയളവിൽ ഇടത് സർക്കാരിനും CPM-നും ചെയ്തു തീർക്കാനുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച